പ്രിയപ്പെട്ടവരെ, എം ടി വാസുദേവൻ നായർ മരണപ്പെട്ടതിന് ശേഷം ഞാനിട്ട ചില സ്റ്റോറികളെക്കുറിച്ച്, രണ്ട് സ്റ്റോറികളെക്കുറിച്ച് പല രീതിയിലുള്ള ആക്ഷേപങ്ങളും വിമർശനങ്ങളും നടക്കുന്നുണ്ട്. അതിനകത്ത് ചിലരൊക്കെ ഞാൻ പറഞ്ഞിട്ടോ, ഞാൻ സുഖമില്ലാണ്ടിരിക്കുകയാണ്, പല തരത്തിലുള്ള ആക്ഷേപങ്ങൾ വരുന്നുണ്ട്. ഒരുപാട് പേര് അനുകൂലിച്ച് പറയുന്നുണ്ട്. മറ്റു പലരും പറയുന്നത് മരണപ്പെട്ടതിന് ശേഷമാണ്, ജീവിച്ചിരിക്കുമ്പോൾ എന്തുകൊണ്ട് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഞാൻ പറയുന്നു, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് 2009-10 കാലഘട്ടത്തിലാണ്. അന്ന് ഫേസ്ബുക്കിൽ എഴുത്തിൻ്റെ കാലഘട്ടമാണ്. എം ടിയുടെ ഓരോ കഥാപാത്രങ്ങളെ എടുത്തുകൊണ്ടും വളരെ കൃത്യമായി അദ്ദേഹത്തിൻ്റെ ഈ ഉപരിവർഗ മനോഭാവം, ഒരുതരം പുച്ഛഭാവം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ വിശദമായി ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അതിനകത്ത് മേധാവിത്വ മനോഭാവം, സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ഗസ്റ്റേഴ്സിനെ കുറിച്ചും ഒക്കെ വിശദമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് അദ്ദേഹത്തെക്കുറിച്ച് മാത്രമല്ല പറഞ്ഞിട്ടുള്ളത്, എം ടി വാസുദേവൻ നായരെ കുറിച്ച് മാത്രമല്ല, വിമർശനാത്മകമായി തന്നെയാണ് ഞാനന്ന് പറഞ്ഞിട്ടുള്ളത്. അന്ന് എഴുതുകയാണ് ചെയ്തത്. അതൊക്കെ ഇപ്പോൾ പഴയ ആർക്കൈവ്സിൽ തിരഞ്ഞെടുത്ത് എനിക്കിപ്പോൾ തിരഞ്ഞെടുക്കാൻ നേരമില്ലാത്തതുകൊണ്ടാണ്, തിരഞ്ഞെടുക്കാൻ മെനക്കെടാൻ വയ്യാത്തതുകൊണ്ടാണ്. അത്യാവശ്യമുള്ളവർ എൻ്റെ ഫേസ്ബുക്കിനകത്ത് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. അതായത് ഒരാൾ മരണപ്പെട്ടതിന് ശേഷമല്ല ഇത് പറയുന്നത്. ജീവിച്ചിരിക്കുമ്പോൾ പറയാൻ ധൈര്യം ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറയുന്നവരോട് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്ന്. ജീവിച്ചിരിക്കുന്ന പിണറായി വിജയനെ വിമർശിക്കുന്നില്ലേ? ജീവിച്ചിരിക്കുന്ന പലരെയും വിമർശിക്കുന്നില്ലേ? അവർ മരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അതേ വിമർശനം ആവർത്തിക്കുമ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ അപ്പം എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ അതിന് മറുപടി പറയുക? ഇതെങ്ങനെ ബോധ്യപ്പെടുത്തുക? അന്ന് എനിക്ക് യൂട്യൂബ് ചാനലോ ഫേസ്ബുക്ക് ചാനലോ ഒന്നുമില്ല. യൂട്യൂബ് ചാനലില്ല. അന്ന് ഞാൻ ഫേസ്ബുക്കിൽ എഴുതുന്ന കാലമാണ്. ഇപ്പോഴും ഞാൻ യൂട്യൂബിലാണ് ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ഫേസ്ബുക്കിൽ എപ്പോഴെങ്കിലുമൊക്കെ വീഡിയോ ഇടുന്നേ ഉള്ളൂ. ലൈവായിട്ട് ഇടാനുള്ള സൗകര്യത്തിന് ചിലപ്പം ലൈവ് ആകുമ്പോൾ, എനിക്ക് അല്ലാതെ ഷൂട്ട് ചെയ്യാൻ സൗകര്യം ഇല്ലാത്തപ്പോൾ അത് ഫേസ്ബുക്കിൽ ഇട്ടിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് യൂട്യൂബിലേക്ക് ഇടുന്നു. യൂട്യൂബാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. എൻ്റെ എല്ലാ കണ്ടന്റും ഫേസ്ബുക്കിൽ ഇടുന്നുമില്ല. മാത്രമല്ല, യേശുദാസിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ലേ? ഇനിയിപ്പോൾ നാളെ യേശുദാസ് മരണപ്പെടുക, ഞാനാണോ യേശുദാസാണോ ആദ്യം മരണപ്പെടുക എന്ന് അറിയില്ല. ഞാൻ ഒരു പക്ഷേ ഡിപ്രഷനിലാണ്. സ്വയം അവസാനിപ്പിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ അത് ചെയ്തു വരും. ഒരു സൈക്കിക് ഡിസോർഡറിലേക്ക് പോയി കഴിഞ്ഞാൽ അതല്ല, അങ്ങനെ ചെയ്യില്ല എന്നാണ് വിശ്വസിക്കുന്നത്. അതല്ല, മിക്കവാറും എൻ്റെ ഒരുപാട് ലൈഫ് ത്രെട്ടുള്ള ആളാണ്. ആരെങ്കിലുമൊക്കെ ഏതെങ്കിലും നടക്കാൻ പോകുമ്പോഴോ വണ്ടി പൊടിച്ചു പോകുമ്പോഴോ ഒരു അപകട മരണം എന്ന് തോന്നിപ്പിക്കാവുന്ന രീതിയിലുള്ള കൊലപാതകം ഉണ്ടാക്കാനൊക്കെ കഴിയും ഇന്നത്തെ കാലത്ത്. അതിന് മാത്രം ശത്രുതയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ യേശുദാസ് മരിക്കുന്നതിന് മുമ്പേ മരിച്ചിട്ടില്ലെങ്കിൽ, യേശുദാസ് മരണപ്പെടുന്ന സമയത്തും ഞാൻ തീർച്ചയായും പണ്ട് പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിച്ച് പറയും. ആ സമയത്ത് യേശുദാസിനെതിരെ വളരെ രൂക്ഷമായിട്ടുള്ള ചില വിമർശനങ്ങളാണ് ഞാനന്ന് ഉന്നയിച്ചിരുന്നത്. അദ്ദേഹം ദോഹയിൽ വന്ന് നടത്തിയിട്ടുള്ള പത്രസമ്മേളനം ഞാനന്ന് ഖത്തറിലുള്ള സമയത്താണ്. ഐ തിങ്ക് ഇറ്റ് വാസ് ഇൻ 2010 or 11. പത്രസമ്മേളനത്തിൽ പങ്കെടുത്ത ആളുകളുടെ അടുത്ത് കിട്ടിയിട്ടുള്ള ഡാറ്റാസും കാര്യങ്ങളും ഡീറ്റെയിൽസും പിന്നീട് അദ്ദേഹത്തിന്റെ ചരിത്രവും എല്ലാം കൂടി ചകഞ്ഞെടുത്തിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. വർഗീസ് ഭാഗവതന്റെ മകൻ ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന് പറഞ്ഞിട്ട്, അടിത്തട്ടിൽ നിന്ന് വളർന്നു വന്ന ഒരാള്. അത് മാത്രമല്ല, അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു ബിൽഡേഴ്സിന്റെ ഒരു ഫ്രോഡ് ബിൽഡേഴ്സിന്റെ പരസ്യത്തിന് വേണ്ടി വന്നതാ. ഇത്രയും കോടികളുടെ ആസ്തിയുള്ള ആള് എന്നിട്ടാണ്. മാത്രമല്ല, മറ്റു പലരും ഒതുക്കി മകനെ ഗാനരംഗത്തേക്ക് കൊണ്ടുവരാൻ, അതിന്റെ ചരിത്രം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ചലച്ചിത്ര ഗായകനായിട്ട് മകനെ വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടി കഴിവുള്ള മറ്റു പലരെയും ഒതുക്കുന്ന രീതി ഒക്കെ സ്വീകരിച്ചിട്ടുണ്ട്. ലോബിങ് എല്ലാം നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് അതിനുള്ള സ്വാധീനം ഉണ്ടായിരുന്നു. അപ്പൊ ഇവരുടെയൊക്കെ മനസ്സ് പരിശോധിക്കപ്പെടേണ്ടതാണെന്നേ. ദേവരാജൻ മാഷ്ക്കും മറ്റുള്ളവർക്കൊക്കെ എന്താണ് ഓരോരുത്തരും വരുന്നതിൽ സന്തോഷമായിരുന്നു, എനിക്ക് കുറിപ്പിനൊക്കെ. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിനകത്ത്, സെക്രട്ടറിയെ ഒരിക്കലും ഇദ്ദേഹത്തിന് നേരെ കല്ലെറിഞ്ഞു. ഞാൻ പറഞ്ഞു, സെക്രട്ടറിയുടെ ജീവിതത്തിൽ ചെയ്ത എഴുത്തിനേക്കാളും നല്ല കാര്യം, സെക്രട്ടറി ജീവിതത്തിൽ ചെയ്ത ഏറ്റവും നല്ല കാര്യം ആ എയറാണ്. പക്ഷേ സാഹിത്യത്തിൽ എന്നതുപോലെ ഏറ് കൊള്ളേണ്ടടുത്ത് കൊള്ളിക്കാൻ അറിയാത്തത് കൊണ്ട് ഏറ് യേശുദാസിന് കൊണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അന്ന് ആർട്ടിക്കിൾ അവസാനിപ്പിക്കുന്നത്. ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കും, ഇവിടെ പൊക്കിക്കൊണ്ട് കിടക്കുന്ന ആരെയൊക്കെയാ? മാധവിക്കുട്ടി മതം മാറിയപ്പോ മാധവിക്കുട്ടി ഒരു കൂട്ടർക്ക് പെട്ടെന്ന് സ്വീകാര്യയാണ്. കമലാസുരിയായപ്പോ ഖത്തറിലൊരു പരിപാടി വെച്ചു, മാധവിക്കുട്ടിക്ക് ഐക്യദാർഢ്യം. അന്ന് മാധവിക്കുട്ടി മരിച്ചു കഴിഞ്ഞപ്പോഴാണ് തോന്നുന്നുണ്ട്. ആമി എന്നാ ഇത് ഇവരെ അയലോക്കത്ത് ജനിച്ചു വളർന്ന ആളെ വിളിക്കുന്ന പോലെ. ആമി എന്നുള്ളത് അവരുടെ ചെല്ലപ്പേരാണ്. അത് അവരുമായിട്ട് അടുപ്പുള്ളവർ വിളിക്കേണ്ടതാ. ഞാനും നിങ്ങളും എങ്ങനെ ആമിന്ന് വിളിക്കുക? അങ്ങനെയുണ്ടല്ലോ. നമ്മൾക്ക് മാധവിക്കുട്ടിന്നോ അല്ലെങ്കിൽ കമലാസുരയാന്ന് വിളിക്കേണ്ടവർക്ക് അങ്ങനെയൊക്കെ വിളിക്കാം. ഇവരെന്തോ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്തവര് ആമി എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഇന്റിമസി ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്ന രീതി.
അവര് മാധവിക്കുട്ടിയുടെ എഴുത്തുകളെയല്ല നോക്കിയിട്ടുള്ളത്. മാധവിക്കുട്ടിയുടെ മതം മാറി എന്നുള്ളതിനെ കുറിച്ചാണ്. മാധവിക്കുട്ടി മതം മാറിയതിന്റെ പേരിൽ എതിർത്തവരും മതം മാറിയതിന്റെ പേരിൽ മാത്രം മാധവിക്കുട്ടി സ്വീകാര്യമായവരും ആയിട്ടുള്ളവർക്ക് മാധവിക്കുട്ടിയുടെ സൃഷ്ടിയായിരുന്നില്ല വിഷയം. അവിടെ വർഗീയതയായിരുന്നു വിഷയം. ഇപ്പോൾ തന്നെ എന്തുകൊണ്ടാണ് ചിലർക്ക് ഇദ്ദേഹത്തോട് ഇത്ര വലിയ താല്പര്യം? ആരോട്? MT വാസുദേവൻ നായരോട്. എൻ്റെ പല കമന്റുകൾക്കകത്തും വന്നു. പിന്നെ ഈ വിഗ്രഹത്തിന്റെ നേരെ PJ ആന്റണിയുടെ കഥാപാത്രം നിർമാല്യത്തിലെ MTയുടെ പിന്നെ സിനിമയ്ക്കകത്ത് കാർക്കിച്ചു തുപ്പുന്നുവെന്ന്. ആ കാർക്കിച്ചു തുപ്പലിൽ സന്തോഷം കണ്ടെത്തുന്ന ഒരു മനസ്സുണ്ട് ചിലർക്ക്. ആയിക്കോട്ടെ, നിലവിലുള്ള വ്യവസ്ഥയുടെ വിഗ്രഹത്തിലോ കുരിശിലോ പിന്നെ ബൈബിളിലോ ഭഗവത്ഗീതയിലോ ഖുറാനിലോ ഏതിൽ തുപ്പിയാലും എനിക്ക് വിരോധമൊന്നുമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം അതിലൊന്നും എനിക്ക് യാതൊരു പ്രശ്നമുള്ള ആളല്ല. ഞാൻ അങ്ങനെ സങ്കുചിതമായി ചിന്തിക്കുന്ന ആളുമല്ല. അതേസമയം നിർമാല്യത്തിലെ നിർമാല്യ സിനിമയ്ക്കകത്ത് വിഗ്രഹത്തിൽ തുപ്പുന്നത് ആഘോഷിക്കുന്നവര് തന്നെയാണ് പാരീസിൽ ഒരു കാർട്ടൂൺ, അവിടെ നിന്നുള്ള മാഗസിനിലെ കാർട്ടൂണിൽ മുഹമ്മദ് നബിയെ കാർട്ടൂണിൽ വരച്ചു എന്നുള്ളതിന്റെ പേരിൽ അവിടെ ബോംബ് സ്ഫോടനം ഉണ്ടാക്കിയത്. എന്നാൽ അതിനെ സൃഷ്ടിപരമായിട്ട് എടുക്കണ്ടേ? എന്താ കാർട്ടൂൺ വരയ്ക്കാൻ പറ്റില്ലേ? അങ്ങനെയുണ്ടോ? വിഗ്രഹത്തിൽ തുപ്പുന്നത് വിപ്ലവമാണെന്നുണ്ടെങ്കിൽ കാർട്ടൂൺ വരയ്ക്കുന്നതിന് എന്താ കുഴപ്പം? MF ഹുസൈൻ സരസ്വതി ദേവിയുടെ നഗ്നചിത്രം വരച്ചപ്പോ എന്തിനാ നഗ്നചിത്രം വരയ്ക്കണേ? വേറെ ആരെങ്കിലും വരച്ചു ഇയാള്? പക്ഷെ നഗ്നചിത്രം വരയ്ക്കുന്നതിന്റെ ഉള്ള ശേഷി ഈ കാർട്ടൂൺ വരച്ചതിന്റെ പേരിൽ അവിടെ കയറി ബോംബ് സ്ഫോടനം ഉണ്ടാക്കി. MF ഹുസൈനെ ഇവിടെ ആരും കല്ലുവെടുത്ത് പോലും എറിഞ്ഞിട്ടില്ല. അദ്ദേഹം ആക്രമിക്കപ്പെട്ടില്ല. പക്ഷെ അദ്ദേഹത്തിന് ഖത്തർ അഭയം കൊടുത്തു എന്ന് പറഞ്ഞാൽ ഖത്തറിലെ അന്നത്തെ അമീറായിരുന്ന അൽത്താനിയുടെ ഭാര്യയ്ക്ക് വിസ്നാഥിന് അവരുടെ ചിത്രം ഒന്ന് വരപ്പിക്കാൻ ആഗ്രഹം തോന്നി എന്നൊക്കെയാണ് അതിനെക്കുറിച്ച് അണിയറക്കഥ പറയുന്നത്. സ്വന്തം ഒരു നഗ്നചിത്രം MF ഹുസൈനാൽ വരപ്പിക്കണം എന്നുള്ള ആഗ്രഹത്തിന് വേണ്ടി കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട്. സത്യമാണോ എന്നൊന്നും എനിക്കറിയില്ല. അപ്പൊ ഇതിനകത്ത് ഈ സെലക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. ഇപ്പോ പ്രൊഫസർ TJ ജോസഫിന്റെ കൈവെട്ടിയത് എന്തിനാ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. മുഹമ്മദ് എന്നുള്ള കഥാപാത്രം ഉണ്ടായി എന്നുള്ളതാണ്. അത് മുഹമ്മദ് നബിയാണ് എന്നുള്ളത് ഇവരെ തീരുമാനിക്കുക സുഡാപ്പികൾ. ഇപ്പൊ MDയുടെ വിഷയത്തിലും സുഡാപ്പികൾക്കാണ് സന്തോഷം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിഗ്രഹത്തിൽ തുപ്പി, അല്ലെങ്കിൽ ചർച്ചിൽ കയറിയിട്ട് മൂത്രമൊഴിച്ചിട്ടു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സന്തോഷമാണ്. അമ്പലത്തില് എന്തെങ്കിലും അശുദ്ധമാക്കി സന്തോഷമാണ് സുഡാപ്പികൾക്ക്. അത് ആ ഒരു സുഡാപ്പി മൈൻഡോട് കൂടിയിട്ടൊന്നും സാഹിത്യത്തെയും മരണങ്ങളെയും ഒന്നും വിലയിരുത്താൻ കഴിയില്ല. മനുഷ്യന്റെ ഭാഗത്ത് നിന്നുകൊണ്ടേ ചിന്തിക്കാൻ പറ്റുള്ളൂ. ക്ഷമിക്കണം നിങ്ങൾ. വളരെ കൃത്യമായിട്ട് ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റില്ല. ഞാൻ ജോസഫ് മാഷെ വിളിക്കാറുള്ളതാണ്, സംസാരിക്കാറുള്ളതാണൊക്കെ. എനിക്ക് AP മുഹമ്മദ് മാഷാണ് ജോസഫ് മാഷെ പരിചയപ്പെടുത്തി തന്നത്. എന്തൊരു നല്ല മനുഷ്യൻ. സംസാരിക്കുമ്പോൾ അദ്ദേഹം ഒരിക്കലും ഉദ്ദേശിച്ചിട്ട് ഇല്ലാത്ത കാര്യങ്ങളാണ് അദ്ദേഹത്തിന്റെ മേലെ വന്നത്. ബലമായി പിടിച്ചു വെച്ച് ഭാര്യയുടെയും മക്കളുടെയും അമ്മയുടെയും പ്രായമായ അമ്മയുടെയും സഹോദരിയുടെയും മുമ്പിൽ വെച്ചിട്ട് കൈ വെട്ടിമുറിച്ചു മാറ്റി. അതിന് ഓർഡർ കൊടുത്തോന്നൊക്കെ ഇപ്പോൾ തിഹാർ ജയിലിൽ 2047 ഇന്ത്യ എങ്ങനെ ഭരിക്കാന്നുള്ളതിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ വർഗീയ ചിന്താഗതിയോട് കൂടിയിട്ട് കാര്യങ്ങളെ, സാഹിത്യത്തെ വർഗീയമായി കാണുന്ന രീതി തന്നെ ഒഴിവാക്കണം. ചിലത് ഞങ്ങൾക്ക് ഇഷ്ടാവും, ചിലത് ഞങ്ങൾക്ക് ഇഷ്ടാവില്ല. ചില മതങ്ങളെ വിമർശിച്ചാൽ ഇഷ്ടാവും, ചില മതങ്ങളെ വിമർശിച്ചാൽ ഇഷ്ടാവില്ല. ഞാൻ പറയട്ടെ, ഹിന്ദു മതവും ക്രിസ്തു മതവും ഇസ്ലാം മതവും എല്ലാം വിമർശനത്തിന് വിധേയമാവണം. കമ്മ്യൂണിസവും ഗാന്ധിസവും അതേപോലെ തന്നെ മറ്റേ ഇവരുടെ വിചാരധാരയും RSSന്റെ സംഗീസവും ഇതെല്ലാം വിമർശനത്തിന് വിധേയമാവണം. നിരന്തരമായ വിമർശനത്തിന് വിധേയമാവണം. അവർ പരിഷ്കരണങ്ങൾക്ക് വിധേയരാവണം. വിമർശനം ഉണ്ടാവുമ്പോൾ മാത്രമേ റിഫോർമേഷൻ ഉണ്ടാവുകയുള്ളൂ. അങ്ങനെയാണ് സമൂഹം ഇവിടെ എത്തിയത്. എന്നിട്ട് ജോസഫ് മാഷ മുഹമ്മദ് എന്നുള്ള പേര് ഒരു കഥാപാത്രത്തിന് ഇട്ടു എന്നുള്ളതിന്റെ പേരിൽ അത് മുഹമ്മദ് നബിയെ കുറിച്ചാണ്. എങ്ങനെ ഇവർ തീരുമാനിക്കണേ? ഇന്ന് നിങ്ങൾ പത്രം എടുത്ത് നോക്കൂ. ഇന്ത്യയിലെ ക്രൈം റേറ്റ് എടുത്ത് നോക്കൂ. ക്രൈം റേറ്റിൽ വരുന്ന പ്രതികളുടെ ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് വരുന്ന പേരെന്താന്ന് നോക്കൂ. മുഹമ്മദ് എന്നുള്ള പേരാ വരണേ. കാരണം ഇപ്പൊ നമ്മുടെ നാട്ടില് മുഹമ്മദ് സാലിഫ്, ഇപ്പൊ എന്റെ സുഹൃത്തുക്കൾ തന്നെ ഇസ്മായിൽ മുഹമ്മദ്, മുഹമ്മദ് അനീഫ, മുഹമ്മദ് മോയിൻ കുരിക്കൽ, നമ്മളെ പഴയ MLA സൗരിക്കളമാന എൻ്റെ അടുത്ത സുഹൃത്താ. മുഹമ്മദ് ഖദ്ദാഫി, പഴയ തുറക്കൽ വാട്ടിയാക്കൻ്റെ മാന എൻ്റെ അടുത്ത സുഹൃത്താ. ഇവരൊക്കെ പേരിങ്ങനെ ഉണ്ടെന്ന് എഴുതിയിട്ട്
അതിൽ ഈ ക്രിമിനൽ കുറ്റങ്ങളിൽ പെടുന്നവരിലും ഏറെ പേര് മുഹമ്മദ് ആണെന്ന് എഴുതിയിട്ട് അത് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് മുഹമ്മദ് നബി അപമാനിക്കലാവുന്നത് എന്നുള്ള സാമാന്യമായ ചോദ്യമാണ് ഉന്നയിക്കാനുള്ളത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. രാജൻ ജോസഫ് എം ടി വാസുദേവൻ നായർ മരണപ്പെട്ടതിന് ശേഷം മാത്രമല്ല ഇത് പറഞ്ഞിട്ടുള്ളത്. എം ടി വാസുദേവൻ നായർ ജീവിച്ചിരിക്കുന്ന കാലത്ത് പരസ്യമായി എഴുതിയിട്ടുള്ളതാണ് ഫേസ്ബുക്കിനകത്ത്. അത് ആർക്കൈവ്സിൽ നോക്കിയാൽ തെരഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. എനിക്ക് വയ്യാത്തതുകൊണ്ടാണ്, എനിക്ക് ഇതെല്ലാം നേരമില്ലാത്തതുകൊണ്ടാണ്. എനിക്കിപ്പോൾ അതല്ലേ പണി. എനിക്കിത് ഇങ്ങനെ നാട്ടുകാരെ മുഴുവൻ ബോധ്യപ്പെടുത്താൻ പറ്റില്ല. ഇപ്പൊ ഞാൻ പറയണു, യേശുദാസിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്, വളരെ രൂക്ഷമായ ഭാഷയിൽ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കച്ചവട താല്പര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ചില ബിൽഡേഴ്സിന് വേണ്ടിയിട്ടുള്ള ക്യാമ്പയിന് വന്നപ്പം ഇത്രയും പൈസ ഉള്ള ആള് അതിനെക്കുറിച്ച് പത്രക്കാരുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ വേർത്തു കുടിച്ചു നിന്നത് എനിക്കറിയാം. അദ്ദേഹം മകനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സ്വീകരിച്ചിട്ടുള്ള ചിലരെയൊക്കെ കോർണർ ചെയ്തത് എനിക്കറിയാം. ഇതൊക്കെ ഉണ്ടെന്ന്. ഇവരുടെയൊക്കെ യഥാർത്ഥ മുഖം ഇവരുടെ മുഖം മൂടി അടിഞ്ഞു വീണാൽ ഇവരുടെയൊക്കെ യഥാർത്ഥ മുഖം വളരെ സത്യത്തിന്റെ മുഖം വികൃതമാണ് എന്ന് പറയുന്നത് ശരിയാണ്. നമ്മൾ കാണുന്ന അത്ര വലിയ മഹത്വമൊന്നും ഇവരിലൊന്നുമില്ല. ഞാൻ അന്ന് യേശുദാസിനെ കുറിച്ച് പറഞ്ഞ് അവസാനിപ്പിച്ചത് ഇങ്ങനെയാ: തൊണ്ടയിൽ നിന്നുള്ള സ്വരമാധുര്യത്തിനല്ല, ഹൃദയത്തിൽ നിന്നുള്ള വിശുദ്ധ സംഗീതത്തിനാണ് ഞങ്ങളൊക്കെ കാത്തിരിക്കുന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഞാൻ അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നത്. നാളെ യേശുദാസിന് മുമ്പ് ഞാൻ മരണപ്പെട്ടിട്ടില്ലെങ്കിൽ, യേശുദാസ് മരണപ്പെടുന്ന കാലത്ത് ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഞാനിത് വീണ്ടും പറയും. യാതൊരു സംശയമില്ല. നോ ഡൗട്ട്. പറയാനാണ് തീരുമാനം, മിണ്ടായിരിക്കാനല്ല. പറഞ്ഞുകൊണ്ടേയിരിക്കാനാണ് തീരുമാനം. ആശുപത്രിയിലായതുകൊണ്ട് പരിമിതി ഉണ്ട്. ഓക്കെ.